ഓക്കെ. ഏബൽ വന്നിട്ടുണ്ടോ? Yes, sir. ഏബൽ. അഭയ്, Present, sir. അഭിജിത്ത്, അഭിഷേക് ഡി എസ്, ആദർശ് കെ എ, ആദിൽ റഹ്മാൻ, Present, sir. ആദിത് ടി വി, Present, sir. അജൻ, Present, sir. അമൽ അജ്മൽ സുൽത്താൻ, അൽ അമീൻ നിസാർ, Present, sir. ആൽബിൻ ജോൺ, Present, sir. അലൻ ഷാ, അമൽ എസ്, Present, sir. അമീൻ അഹസാൻ, അമീൻ മുഹമ്മദ് ഷാ, Present, sir. അമീഷ് ബി ജോർജ്, Present, sir. അനന്തു ശ്രീലാൽ, Present, sir. അനന്യ, Present, sir. അന്ന രോമൻ, Present, sir. അൻഷാദ്, Present, sir. അർഷദ് ഷാബാസ്, ആഷൻ റോയ്, Present, sir. ആഷിഖ് എം, അശ്വിൻ എസ് എച്ച്, അതുൽ അവാദ്, Present, sir. അതുൽ കെ പി, Present, sir. ഐഷ, ക്രിസ്റ്റോ, Present, sir. ദിയ കൃഷ്ണ, Present, sir. ദിയ റേച്ചൽ, Present, sir. ഗോഡ്സൺ, Present, sir. ഗൗതം കൃഷ്ണ, Present, sir. ഹരിലക്ഷ്മി, Present, sir. ഹരിദേവ്, ഋഷികേഷ്, ജിനുനാഥ്, Present, sir. മെഹറൂഫ്, മാനസ, Present, sir. മാസിൻ, Present, sir. മുഹമ്മദ് ഹുസൈൻ, Present, sir. മുഹമ്മദ് നിഹാൽ, മുഹമ്മദ് സുഹൈൽ, മുഹമ്മദ് ജാബിർ, മുഹമ്മദ് റൈഹാൻ, മുഹമ്മദ് ഷാനിസ്, Present, sir. നേതൻ, Present, sir. നവനീത്, Present, sir. നവീൻ ജെ സന്തോഷ്, Present, sir. നവ്യ, Present. നീരദ്, നിഹാൽ നജീബ്, Present, sir. നിരാമയം, നിരഞ്ജന, Present, sir. നോയൽ എൽദോ, Present, sir. പാർത്ഥിവ്, Present, sir. പ്രണവ്, Present, sir. സൂര്യ, Present, sir. റനീഷ്, Present, sir. ഋഷികേഷ്, Present, sir. റൂബൻ സ്കറിയ, സോറി, കാർത്തികേയൻ, Present, sir. കജ ഹുസൈൻ, സനീഷ്, Present, sir. ശരൺ, Present, sir. ശ്രവൺ, Present, sir. സയ്യിദ് മുഹമ്മദ്, Present, sir. വിവേക് ബി, യദു കൃഷ്ണ, Present, sir. ഋഷി ജയലാൽ, Present, sir. അതുൽ വി, Present, sir. നാസിഫ്, അഭയ്, Present, sir. അതുൽ ബാസ്റ്റിൻ, ശിവസൂര്യ. Present. ഓക്കെ, ഞാനിപ്പോൾ കാണിച്ചതിനകത്ത് ആരെങ്കിലും ആബ്സെൻ്റ് ഉണ്ടോ? അഭിജിത്ത് വന്നോ? പിന്നെ ജോയിൻ ചെയ്തോ? Present, sir. Abhijit present. അഭിഷേക് ഡി എസ് വന്നോ? Abhishek, present, sir. ആദർശ് കെ എ, Present, sir. അമൽ അജ്മൽ സുൽത്താൻ ഉണ്ടോ? Present, sir. അലൻ ഷാ, Present, sir. അമീൻ മുഹമ്മദ് അഹ്സാൻ, സോറി സലീം, അമീൻ ഹസാൻ സലീം ഉണ്ടോ? അർഷദ് ഉണ്ടോ? അർഷദ് ഷഹബാസ് ഉണ്ടോ?
ആഷിഖ് എം, ഐഷ, ഹരിദേവ്, ഋഷികേശ് ചന്ദ്. Present, sir. സർ ഋഷികേഷിന് എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്, ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ. മെഹറൂഫ്, Present, sir. നിഹാൽ, മുഹമ്മദ് നിഹാൽ, മുഹമ്മദ് സുഹൈൽ, Present, sir. മുഹമ്മദ് ജാബിർ, മുഹമ്മദ് റൈഹാൻ, Present, sir. നീരദ് ഉണ്ടോ? നീരദ്, നിരാമയൻ, ഖാജ ഹുസൈൻ, വിവേക്, മുഹമ്മദ് നാസിഫ്, അതുൽ ബാസ്റ്റൻ. ഓക്കെ, സോ ഐ മൂവിങ് ബാക്ക്. നമുക്കിനി എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്നുള്ളതാണ്. എനി മോർ ടോപ്പിക്? സാർ അന്ന് ടൈമർ പഠിപ്പിച്ചപ്പോ സാർ ക്ലാസ്സിൽ വെച്ച് പഠിപ്പിച്ച PDF ഒന്ന് സെൻഡ് ചെയ്യാവോ? ടൈമറിൻ്റെ PDF ഞാൻ ഓൾറെഡി അയച്ചിട്ടില്ലേ ഇത്? ഇല്ല, കണ്ടില്ല. ഞാൻ നമ്മുടെ PLC അയച്ചിട്ടില്ല. നോട്ട് MRC അയച്ചിട്ടുണ്ടാവണമല്ലോ. ആരെങ്കിലും നോക്കിയെടുക്കാമോ? സെൻസേഴ്സ്. ഓക്കെ ഓക്കെ, ഞാനതിപ്പം ഒന്ന് ഷെയർ ചെയ്യാം, നോക്കട്ടെ. അതൊക്കെ പോയി. Okay, I'll get it. I'll try to get it. I don't know where it is saved. ഇല്ല, സെൻഡ് ചെയ്ത് തന്നു. ആരണ്ടല്ല സെൻഡ് ചെയ്ത് തന്നു. PLC നമ്മൾ ഏറ്റവും ആദ്യം പഠിപ്പിച്ചതല്ലേ? ഞാൻ അത് ഡൗൺലോഡ് ചെയ്തിട്ടില്ലായിരുന്നു. സോ ഇപ്പൊ എനിക്ക് ഡൗൺലോഡ് ചെയ്യാനും പറ്റുന്നില്ല. ഓക്കെ, ഞാൻ ഇപ്പം അയച്ചുതരേ. ഓ ഷിറ്റ്, ഞാൻ പ്രിന്റ് ചെയ്യാൻ കൊടുത്തു. ഓക്കെ, now I have posted it. Okay, കണ്ടല്ലോ. Module 3. ഓക്കെ, ഞാനത് അയച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് PLC ആണോ ഏറ്റവും നിങ്ങളിപ്പോൾ കൂടുതൽ സംസാരിക്കുന്ന മുഴുവൻ? മറ്റതിനെ കുറിച്ചൊന്നും കൺസേൺ ഇല്ലല്ലോ അല്ലേ?
PLC ആണ് അപ്പോൾ നിങ്ങളുടെ കൺഫ്യൂഷൻ. പ്രണവ് പ്രണവല്ലോ പാർത്ഥിവ് എന്തോ ചോദിച്ചിരുന്നല്ലേ? പാർത്ഥിവ് എന്തായിരുന്നു ചോദ്യം ചോദിക്കാൻ കാര്യം? കൺഫ്യൂഷൻ ഇൻ ദ സെൻസ് അങ്ങനല്ല, നമ്മൾ ക്വസ്റ്റ്യൻ പാറ്റേണിലുള്ള കൺഫ്യൂഷനേ ഉള്ളൂ. എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനുള്ള. ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ, ദീസ് ആർ ടിപ്പിക്കൽ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതൊരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കട്ടെ. പഴയ കളക്ഷനകത്ത് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് പഴയ ഫോമാറ്റിലുള്ളതാണെങ്കിലും ഞാൻ 1-2 ക്വസ്റ്റ്യൻസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസിൻ്റെ തന്നെ ഞാൻ അങ്ങോട്ട് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ ക്വസ്റ്റ്യൻ്റെ രീതി എന്താണെന്ന് മനസ്സിലാവും. പക്ഷെ ഞാൻ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, നിങ്ങൾക്ക് ക്ലാസ്സിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പിന്നെ ആൾക്കാർ റാൻഡമായിട്ട് പല ക്വസ്റ്റ്യൻസും ഡെവലപ്പ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ലോജിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഞാൻ അതാണ് ആവർത്തിച്ച് പറയുന്നത്. ഓക്കെ, PLC-ക്കകത്ത് ഞാൻ ഒന്നും കൂടെ PLC-യുടെ ഒന്ന് ക്വിക്കായിട്ട് കടന്നു പോവാം. കാരണം PLC പ്രോഗ്രാം മാത്രമല്ല, കാരണം ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഓരോ മൊഡ്യൂളിൽ നിന്നും 10-12 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ട് അതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഈ പ്രോഗ്രാം മാത്രം ഫോക്കസ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അബദ്ധമായിട്ട് മാറും. റാൻഡമായിട്ട് ക്വസ്റ്റ്യൻ ഡെവലപ്പ് ചെയ്യപ്പെടുന്നത് ഒരു AI ടൂൾ വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ സൈഡും പ്ലാൻഡ് ആയിരിക്കണം. ഓക്കെ, ഫോർ ദാറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് സ്ക്രോൾ ചെയ്ത് പോകാം നമ്മളുടെ കാര്യങ്ങളിലേക്ക്. എൻ്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഞാനിത് ഇത് ചെയ്യണമോ വേണ്ടയോ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണോ, അതോ നമുക്ക് പുതിയ കാര്യങ്ങളിലേക്ക് പോട്ടോ? എന്താണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് അനുസരിച്ച്. എന്തായാലും ഞാൻ ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ എന്ത് വേണം എന്നുള്ളത് നിങ്ങളുടെ ഫീഡ്ബാക്കാണ്. നിങ്ങളൊന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ പ്രോഗ്രാം ലോജിക്കൽ കൺട്രോളിൻ്റെ ആർക്കിടെക്ചർ പഠിച്ചു വെച്ചേക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഫിഗറിനേക്കാളേറെ ഈ കാണിച്ചിരിക്കുന്ന സ്ട്രക്ചർ, ഈ ഒരു ഫിഗറാണ് ഇമ്പോർട്ടൻ്റ്. ഇതിന് സിമിലർ ആയിട്ടുള്ള ഒരു ഫിഗർ മൈക്രോ പ്രോസസ്സറിനും ഉണ്ട് നമ്മളുടെ ബോൾട്ടിൻ്റെ ബുക്കിനകത്ത്. അപ്പോൾ അതും വരച്ചു വയ്ക്കണം. സ്ട്രക്ചർ ഓഫ് ആർക്കിടെക്ചർ ഓഫ് മൈക്രോ പ്രോസസ്സർ ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് വരയ്ക്കേണ്ടത്. ഇത് മൈക്രോ കൺട്രോൾ, നമ്മുടെ PLC-യുടെ ആർക്കിടെക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതാണ് ഒരു കാര്യം. പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രോസസ്സിംഗ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. കാരണം നമ്മൾ പറഞ്ഞു PLC എന്ന് പറഞ്ഞൊരു ലോ വോൾട്ടേജ് ഡിവൈസ് ആണ്. ഫിസിക്കൽ വേൾഡുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. ഫിസിക്കൽ വേൾഡിൽ ഹൈ വോൾട്ടേജ് ഡിവൈസ് ആണ്. അപ്പോൾ ഹൈ വോൾട്ടേജ് ഡിവൈസും ലോ വോൾട്ടേജ് ഡിവൈസും തമ്മിൽ ഫിസിക്കലി ഡിറ്റാച്ച്ഡ് ആയിരിക്കണം, എന്നാൽ കമ്മ്യൂണിക്കേഷൻ നടക്കുകയും വേണം. ആൻഡ് ഫോർ ദാറ്റ് they use some methods called as optocoupling or relay or something like that. Optocoupling means information from the device or the PLC will be transferred in between by means of light falling on a photodiode. Okay, by that means they will communicate the light, the information. That means physically the objects are separated, but the light will fall on some PLC. ഇത് PLC-യുടെ ഭാഗമാണ്. ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ പോകും. അക്കോർഡിംഗ് ടു ദാറ്റ് ദി ഔട്ട്പുട്ട് ഡിവൈസ് വിൽ വർക്ക്. സിമിലർലി relays are also there. Relay is also like it's electromagnetic or that solenoid based relays, where output devices or the switch connected with the output device can be operated by means of relay. Relay വർക്ക് ചെയ്യുമ്പോഴും ഇതാ സംഭവിക്കുന്നത്. എന്താണ്, signal will be coming to the relay, and based on the signal the connection in the external circuit will be established. So that was said in input processing. I have seen such a question like sourcing and syncing in one of the question papers. What is meant by sourcing? What is meant by syncing? So sourcing means providing current or signal to a device. Can be input device or output device. Syncing എന്ന് പറഞ്ഞാൽ സിങ്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ തിരിച്ചു വരിക. ദാറ്റ് ഈസ് റിസീവിങ് കറണ്ട് ആണ്, അല്ലെങ്കിൽ സിഗ്നൽ ആണ് സിങ്കിങ്. Then I landed in programmable logic controllers
basic concepts like a timer and counter. Timer എന്ന് പറഞ്ഞാൽ ടൈം സീക്വൻസ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഡിലേ ഡിവൈസസ് ആണ്. These are actually on delay and off delay timers. Timers are delay timers. On ആവാൻ സിഗ്നൽ കിട്ടിയാലും ഓൺ ആവാൻ ഡിലേ ഉണ്ടെങ്കിൽ that kind of timers are called as on delay timers. സിഗ്നൽ വിത്ഡ്രോ ചെയ്താലും ഓഫ് ആവാൻ ഡിലേ ഉണ്ടെങ്കിൽ അത് ഓഫ് ഡിലേ ടൈമേഴ്സ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പഠിച്ചു വെച്ചേക്കണം. കാരണം നമ്മളിപ്പോൾ സീരീസസിനെ മാത്രമായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്, പിന്നീട് എൻ സെമസ്റ്റർ എക്സാമിനേഷനും ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഓൺ ഡിലേ ടൈമർ അങ്ങനെയാണ്, ഓഫ് ഡിലേ ടൈമർ അങ്ങനെയാണ്. ഇതുപോലെ തന്നെയാണ് കൗണ്ടേഴ്സ്, ബേസിക് സാധനമാണത്. സോ കൗണ്ടർ എന്ന് പറഞ്ഞാൽ കൗണ്ടിങ് ഇൻസ്റ്റൻസസ് ഓർ എക്സാമ്പിൾസ് ഓർ ഇൻസിഡൻസ് ഒക്കെയാണ് കൗണ്ടേഴ്സ്. അത് നമ്മൾ ഡൗൺ കൗണ്ടറും പറഞ്ഞു, ഔട്ട് കൗണ്ടറും പറഞ്ഞു. ഡൗൺ കൗണ്ടർ മീൻസ് ഫ്രം എ സെറ്റ് വാല്യൂ ഇറ്റ് വിൽ ബി കൗണ്ടിങ് ഡൗൺവേർഡ്സ് ടിൽ 0. അപ്പ് കൗണ്ടർ മീൻസ് ഇറ്റ് വിൽ ബി കൗണ്ടിങ് ദി ഇൻസ്റ്റൻസ് ഫ്രം 0 towards the upward direction. So up counters. Then PLC ladder program നമ്മൾ പിന്നെ ഡെവലപ്പ് ചെയ്തു. നേരത്തെ പറഞ്ഞൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് കൺസെപ്റ്റ്സ്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഇന്റേണൽ റിലേ ഒക്കെ പറഞ്ഞായിരുന്നു. ഇന്റേണൽ റിലേ പറഞ്ഞു, ലാച്ച് പറഞ്ഞു. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. വാട്ട് ഈസ് എ ലാച്ച്? ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ ലാച്ച്. സോ വാട്ട് ഈസ് ഇന്റേണൽ റിലേ? ഹൗ ഡു യു അപ്ലൈ ഇന്റേണൽ റിലേ ഇൻ എ പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ് or identify some situations where internal relays are used? Those kind of questions can be there. Then programmable logic controllers. പ്രോഗ്രാം ചെയ്യുമ്പം നമ്മൾ പറഞ്ഞത് ആകെ 4 സിമ്പിൾസ് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അത് 2 സിമ്പിൾസ് സ്വിച്ചസ് ആണ്. ആ സ്വിച്ചസിലത് ഇതുപോലെ കാണിക്കുന്ന ഓപ്പൺ സ്വിച്ചും ദിസ് ഇസ് എ ക്ലോസ് സ്വിച്ച്. ഔട്ട്പുട്ടിന് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യത്തുള്ളൂ. യു ക്യാൻ ഗീവ് കമൻസ് ഇൻ ദ റെക്ടാങ്കുലർ ബോക്സ്. അപ്പോൾ അതായിരുന്നു സിമ്പിൾസ് ഓഫ് ലാഡർ പ്രോഗ്രാം. വി യൂസ് ഓൺലി 4 സിമ്പിൾസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ എക്സാമ്പിൾസ് ആക്ച്വലി ആഫ്റ്റർ ദാറ്റ് വി 9:45 ഓക്കെ. അപ്പോൾ ഇത് പല റൂൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് എല്ലാ നമ്മൾ വെർട്ടിക്കലായിട്ടുള്ള ലൈനാണ് നമ്മൾ പവർ റെയിൽ എന്ന് പറയും. ദിസ് പവർ റെയിൽ ഹൊറിസോണ്ടൽ സർക്കാട് റങ്. പിന്നെ ഒരു റെയിലിന് ഒരു റങ്ങിനകത്ത് ഒരു ഇൻപുട്ട് എങ്കിലും വേണം, ഒരു ഔട്ട്പുട്ട് എങ്കിലും വേണം. അതാണ് പറഞ്ഞത്. ഒരു റങ്ങിനകത്ത് 2 ഒന്നിൽ കൂടുതൽ ഇൻപുട്ടുകളാവാം, ബട്ട് വി കനോട്ട് ഹാവ് മോർ ദാൻ 1 ഔട്ട്പുട്ട് ഇൻ എ റൺ. ദാറ്റ്സ് അനദർ റൂൾ. അപ്പം അങ്ങനെയുള്ള കുറേ റൂൾസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആൻഡ് എങ്ങനെയാണ് വരയ്ക്കുന്നത്, ആൻഡ് സർക്യൂട്ട്, ഇത് നമ്മളിപ്പോൾ ഡീഫോൾട്ട് ചെയ്ത് വരുന്നതാണ്. ഇപ്പം 2 ഇൻപുട്ട് സ്വിച്ചസ് സിഗ്നൽ കിട്ടിയാലേ ഔട്ട്പുട്ട് കിട്ടത്തുള്ളെങ്കിൽ 1ഉം 2ഉം എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ആൻഡ് ലോജിക്. ഐദർ ദിസ് ഓർ ദിസ് എന്ന് പറയുമ്പോൾ ഓർ ലോജിക് എന്നുള്ള സാധനമാണ്. അപ്പോൾ ഇത് വലിയ പറഞ്ഞ ഫണ്ടമെൻ്റലി ലെറ്റേഴ്സ് പഠിക്കുന്ന പോലെ തന്നെ ഒരു ഫണ്ടമെൻ്റൽ നോളജാണിത്. അത് അങ്ങനെ തന്നെ വരച്ച് പഠിച്ചേക്കുക. എക്സോർ ആൾക്കാരുടെ ഒരു ഇഷ്ട സാധനമാണ്. ഓക്കെ, സെയിം ഇൻപുട്ട് ഇൻ ഓർ സർക്യൂട്ട് in opposite coding. That is, here it is an input 1 is an open, here input 1 is closed. Input 2 is open, input 2 is closed, like that. Then I gave many examples. Either comparison ഒക്കെ ആയിരുന്നു. റെഡ് ലൈറ്റ് കത്തുന്ന സിറ്റുവേഷനും ഗ്രീൻ ലൈറ്റ് കത്തുന്ന സിറ്റുവേഷനും, മോട്ടോർ വർക്ക് ചെയ്താൽ റെഡും മോട്ടോർ വർക്ക് ചെയ്തില്ല ഗ്രീനും, ഇതൊക്കെ പല അനാലിസിസ് ചെയ്തു. അതിനുള്ള സമയം ഇപ്പോഴില്ല. അത് നമ്മൾ പറഞ്ഞത് സർക്യൂട്ടിനെ മനസ്സിലാക്കാനും നമ്മൾ വരുത്തുന്ന കോമൺ തെറ്റുകൾ മനസ്സിലാക്കാനും ഒക്കെ ആയിരുന്നു ആ എക്സസൈസ് തന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ ടൈമർ എന്നൊരു കൺസെപ്റ്റ് പറഞ്ഞു. ടൈമിംഗ് ഡിവൈസ് ആണ്. ടിപ്പിക്കലി ഓൺ ഡിലേ ടൈമേഴ്സ് ആർ യൂസ്ഡ് ഇൻ സർക്യൂട്ട്സ്. ഓഫ് ഡിലേ ടൈമേഴ്സ് അങ്ങനെ പറയാറില്ല, ഓൺ ഡിലേ ടൈമേഴ്സ് ആണ് പറയുന്നത്. ഓൺ ഡിലേ ടൈമേഴ്സ് നമ്മൾ ഡിലേ ഓൺ ആക്കുന്നതാണ്. അപ്പോൾ ടൈമറിനെ ഒന്നിൽ കൂടുതൽ ടൈമേഴ്സിന് ഒരു ടൈമറിനെ ഇൻപുട്ടായിട്ടും അടുത്ത ടൈമറിലേക്ക് പിന്നെ അടുത്ത ഇൻപുട്ടായിട്ടും ആ രണ്ടാമത്തെ ടൈമറിനെ മറ്റൊരു ടൈമറിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതിന് നമ്മൾ കാസ്കേഡിംഗ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ടൈമിംഗ് കൂട്ടിക്കൊണ്ടുവരികയാണ്. കാസ്കേഡിംഗ് പറയും. ഓൺ ഓഫ് സൈക്ലിക് സർക്യൂട്ട്സ് പറഞ്ഞായിരുന്നു. ആ സൈക്ലിക് സർക്യൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ടൈമർ മറ്റൊരു റങ്ങിനകത്ത് ക്ലോസ്ഡ് ആയിട്ട് കൊടുക്കും.
പറഞ്ഞാൽ ടൈമർ ത്രൂ ആയി കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവും എന്നുള്ള കൺസെപ്റ്റ്. ഓപ്പൺ ആയാൽ പിന്നെ ടൈമർ 1 വർക്ക് ചെയ്യത്തില്ല, സിസ്റ്റം റീസെറ്റ് ആവും. അപ്പോൾ സൈക്ലിക് സർക്യൂട്ട്സ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൈക്ലിക് സർക്യൂട്ട്സ് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ടേ, അത് നോക്കി വെച്ചോണേ. ഓൺ ഓഫ് സൈക്ലിക് സർക്യൂട്ട് നമ്മൾ 5 സെക്കൻഡ് ഓണും 5 സെക്കൻഡ് ഓഫും പറഞ്ഞു. 5 സെക്കൻഡ് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് പൾസേറ്റ് ചെയ്തിട്ട് പോകുന്ന സാധനവും പറഞ്ഞു. അപ്പം ആദ്യ സർക്യൂട്ട്, ഈ ഒരു സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ പൾസേറ്റിംഗ് ആയിരുന്നു. ഈ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഓൺ ഫോർ 5 സെക്കൻഡ്, ഓഫ് ഫോർ 5 സെക്കൻഡ് ആയിരുന്നു. 2 സർക്യൂട്ട്സാണ് നമ്മൾ ക്ലാസ്സിൽ സംസാരിച്ചത്. പിന്നെ കൗണ്ടറിൻ്റെ കാര്യം പറഞ്ഞു. ദെൻ ഇന്റേണൽ റിലേ എന്നൊരു കൺസെപ്റ്റ് പറഞ്ഞത്. ഇന്റേണൽ റിലേ മീൻസ് റിലേ ഓക്സിലറി റിലേ ആണ്. ഔട്ട്പുട്ട് കിട്ടത്തില്ല, ബട്ട് ഇറ്റ് വിൽ ഗീവ് കീപ്പ് ആൻ ഇൻഫർമേഷൻ ഓർ വി കോൾ ഇറ്റ് ആസ് എ മാർക്കർ. ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടിക്ക് ചെയ്യത്തില്ലേ എന്ന് പറഞ്ഞ പോലെ സിസ്റ്റത്തിനകത്തൊരു ടിക്ക് ചെയ്യുന്ന പരിപാടിയാണ്. വെർച്വൽ ആയിട്ടുള്ള റിലേ ആണ് ഇന്റേണൽ റിലേ. അപ്പോൾ ആ കണ്ടീഷൻസ് മീറ്റ് ചെയ്താൽ ഔട്ട്പുട്ട് കിട്ടും എന്നുള്ളതാണ് കൺസെപ്റ്റ്. സോ ഇഫ് യു ലുക്ക് ഓൺ ദിസ് പർട്ടിക്കുലർ ഡയഗ്രാം alone, how do we understand the diagram? If you give an input or a signal to this input 1, what happens is this will be closed. If it is closed, this IR1 will be getting a signal. It is an internal relay, so there is no output. Instead, the memory in this connected with this IR1 will be retaining an information that there is a signal received. That's one information. The same IR1 will get an information or a signal if input 2 is also enabled, or that is input 1 or input 2. If these are enabled, IR1 will be getting a signal. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇൻപുട്ട് 1 or 2 വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. But there is no activity, only information is stored. Now, this line says that input 3 and input 4 are to be enabled to get IR2 signal or signal in IR2. That is, IR2 will be storing the information when both these switches are through. Then this is the output. How the output will be actuated? യഥാർത്ഥത്തിൽ ഔട്ട്പുട്ട് കിട്ടുന്ന എപ്പോഴാണെന്ന് അറിയാമോ? either IR1 or IR2 should be through. That means if IR1 is getting a signal, then you will get an output. If IR2 is getting a signal, then output will be obtained. So that's what shown by this diagram, and this is the kind of usage for internal relay. അപ്പോൾ ആ ലോജിക്കാണ് ഇതിനകത്തുള്ളത്. ആക്ച്വേഷൻ ഇവിടെ നടക്കുന്നുള്ളൂ. IR1ലും IR2ലും ഇൻഫർമേഷൻ മാത്രമേ സ്റ്റോർ ചെയ്യുന്നുള്ളൂ. അതാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. പിന്നെ ഞാൻ പ്രോഗ്രാം തന്നിട്ടുണ്ടായിരുന്നു. സോ ദീസ് ആർ ദ തിങ്സ് വി ഹാവ് സീൻ ഇൻ അവർ PLC PPT. അപ്പോൾ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നിങ്ങളുടെയൊക്കെ ആൻഡ്രോയിഡ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ചുമ്മാ ഇട്ട് നോക്കുക, അപ്പം അത് കറക്റ്റ് ചെയ്ത് തരും. നമ്മൾ ചിന്തിക്കുന്ന ലോജിക്ക് ആയിരിക്കത്തില്ല ചിലപ്പം ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ പ്രാക്ടീസ് വേണം. അതാണ് ശ്രദ്ധിക്കാനുള്ളത്. മുഹമ്മദ് സുഹൈൽ വന്നായിരുന്നോ? ഓക്കെ, അഭിജിത്ത് നേരത്തെ മാർക്ക് ചെയ്തിട്ടില്ല. ഋഷികേഷ് മാർക്ക് ചെയ്തായിരുന്നോ? കേൾക്കുന്നുണ്ടോ ആവോ ഞാൻ പറയുന്നത്? Then ബാസ്റ്റിൻ അതുൽ ബാസ്റ്റിൻ ഉണ്ടോ? വിവേക് ബി വന്നോ? ഉണ്ടോ? നിഹാൽ ഉണ്ടോ? മുഹമ്മദ് നിഹാൽ മുഹമ്മദ് നിഹാൽ ഇല്ല. ഓക്കെ, okay, any more question?
ഖാജ ഹുസൈൻ വാണ്ട് ടു സ്പീക്ക് സംതിങ്. ഖാജ എന്താണ് പറയാനുള്ളത്? അല്ല സാർ, ലേറ്റ് ആയിട്ടായിരുന്നു കേറിയ, അറ്റൻഡൻസ് കിട്ടിയില്ല. നീ അതാണെന്നാ പറയാൻ വന്നേ? അല്ല, അറ്റൻഡൻസ് എടുത്തോണ്ടിരുന്നോണ്ട് നീ പറഞ്ഞു. ഒരു ചോദ്യം ചോദിക്ക്. നീ പഠിക്കാൻ തുടങ്ങിയ മെക്കട്രോണിക്സ് പഠിച്ച? POM ആണോ ആദ്യത്തെ പരീക്ഷ? POM സീരീസിന് ഫസ്റ്റ്. അപ്പൊ നമ്മുടെ മെക്കട്രോണിക്സ് എപ്പോഴാ പഠിക്കാൻ വെച്ചേക്കുന്നേ? അതിങ്ങനെ തീർത്തു പോവാ. അപ്പൊ നിനക്ക് വായിച്ചു വന്നപ്പോ സംശയം വന്നൊരു സാധനം ചോദിക്കും. POM അല്ല, മെക്കട്രോണിക്സിനകത്ത് നിനക്ക് വായിച്ചു വന്നപ്പോ കൺഫ്യൂഷൻ അടിച്ചൊരു സാധനം ഉണ്ടെങ്കിൽ പറ. പഠിച്ചു തുടങ്ങണ്ടേ? ഇത് ഭയങ്കര വാസ്റ്റുമാണ് ചെയ്ത് നോക്കണം. അതാണ് നമ്മുടെ മെക്കട്രോണിക്സിന്റെ പ്രത്യേകത. ഓക്കെ, അതിന്റെ ശീലം, അതിന്റെ സ്വഭാവം അതാണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ഡീൽ ചെയ്യണം. മാറ്റി വെച്ചാൽ പറ്റത്തില്ല. സോ ആസ്ക് വൺ ക്വസ്റ്റ്യൻ. മെക്കട്രോണിക്സ് അങ്ങനെ ഡീറ്റെയിൽ തുടങ്ങിയില്ല. ഞാൻ POM ആക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ ഇന്ന് ഞാൻ സെഷൻ വെച്ച് വെറുതെ ആയിപ്പോയല്ലോ. അല്ല, എന്തായാലും കേൾക്കും. ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്നും കൂടെ ഒന്ന് ഷെയർ ചെയ്യാണ്. ഇതാണ്, കാണുന്നുണ്ടോ എൻ്റെ സ്ക്രീൻ? ഹലോ? സോറി, കൂടെ കോൾസ് വന്നുകൊണ്ടിരിക്കും. നാളെ നമ്മുടെ പുതിയ കുട്ടികളുടെ അഡ്മിഷനൊക്കെ അല്ലേ, ചില പരിപാടികൾ അതുമായിട്ട് നടക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ മെക്കട്രോണിക്സിൻ്റെ കിതാബ് ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ഈ പറയുന്ന എല്ലാ സാധനങ്ങളും മെക്കട്രോണിക്സിൻ്റെ ബുക്കിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് എടുത്തു വെച്ച് വായിച്ചാൽ വളരെ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആവും. ഞാൻ പറഞ്ഞിരുന്നത് ഓക്കെയാണ്, എന്നാലും അപ്പോൾ ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളർ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. ഓക്കെ, ആ ചാപ്റ്റർ 14th ചാപ്റ്ററാണ് എൻ്റെ ഇരിക്കുന്ന എഡിഷനിനകത്ത്. അത് ചാപ്റ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പ്രോഗ്രാം ലോജിക് കൺട്രോൾ, ഞാൻ PPT ആക്കി തന്നിരിക്കുന്ന സാധനങ്ങളിലെല്ലാം കണ്ടന്റ് അതുപോലെ ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞ ആ ഡയഗ്രാം ഇവിടെ കിടപ്പുണ്ട്. ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം, അതിൻ്റെ വോൾട്ടേജ് കാര്യങ്ങളൊക്കെ PPT തന്നിരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഒരു എൻറ്റയർ ചാപ്റ്ററാണ് നിങ്ങൾക്ക് PPT ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ഇൻപുട്ട് ചാനൽ, ഇൻപുട്ട് ഹാൻഡ്ലിംഗ്, ഒപ്റ്റോ കപ്ലിംഗ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. പിന്നെ സോഴ്സിങ് ആൻഡ് സിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, ദെൻ ഫോംസ് ഓഫ് PLC ഞാൻ പറഞ്ഞില്ല, ചുമ്മാ വായിച്ചു പോകാൻ സാധനങ്ങളേ ഉള്ളൂ, അതിന് സംസാരിച്ചില്ല. പിന്നെ ലാഡർ പ്രോഗ്രാമിങ്ങിൻ്റെ കൺസെപ്റ്റ്സ് ഞാൻ കുറച്ചുകൂടെ മനോഹരമായിട്ടാണ് ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നത്, ഇതിനകത്ത് പറഞ്ഞതിനേക്കാളേറെ. ബട്ട് നമ്മൾ കേട്ടത് വെച്ച് ഇവിടെ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി വരും. അപ്പം ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന അതേ ഡയഗ്രാം നമ്മുടെ PPT കിടപ്പുണ്ട്. പിന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞാൻ പറഞ്ഞില്ലേ, ഞാനത് കാണിച്ചിരിക്കുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന റൂൾസാണ്, ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അത് ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല, അത് അഡീഷണൽ ആയിട്ട് നിങ്ങളുടെ PPT-യിലുള്ളതാണ്. അപ്പോൾ ലാഡർ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ ഇതാ കാണിച്ചിരിക്കുന്നു. ഈ സാധനം ഞാൻ നമ്മുടെ PPT കൊടുത്തിട്ടുണ്ട്. പിന്നെ ലോജിക് ഫംഗ്ഷൻ ആൻഡ്, ഓർ, നോർ, നാൻഡ് ഒക്കെ പറഞ്ഞ സാധനങ്ങളെല്ലാം ഡയഗ്രാം ഇവിടെ കിടപ്പുണ്ട്. ഇതേ സാധനം ഞാൻ PPT കൊടുത്തിട്ടുണ്ട്. പിന്നെന്താണ്, ഇൻസ്ട്രക്ഷൻ ലിസ്റ്റ് ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ നോക്കിയാൽ മതി. എന്നിട്ട് ലാച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്, ലാച്ചിങ് ആൻഡ് ഇൻറ്റേർണൽ റിലേ സാധനം ഇവിടെ എഴുതിയിട്ടുണ്ട്, അത് നോക്കണം, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ലാച്ചിങ് ആൻഡ് ഇൻറ്റേർണൽ റിലേ എന്നുള്ള സാധനം ഇവിടെ കിടപ്പുണ്ട്. പിന്നെ മോട്ടർ ലാച്ചിങ്ങിനകത്ത് സേഫ് ആൻഡ് അൺസേഫ് ഡിസൈനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ഇൻറ്റേർണൽ റിലേ എന്ന് പറഞ്ഞാൽ എന്താണെന്നും അതിൻ്റെ എക്സാമ്പിളും പറഞ്ഞിട്ടുണ്ട്.
ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ തന്നെ എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഈ സീക്വൻസിങ് സിലിണ്ടർ പറഞ്ഞില്ല, ഇത് ഞാൻ നമ്മുടെ ഹൈഡ്രോളിക് ന്യൂമാറ്റിക് സർക്യൂട്ട് പറഞ്ഞിട്ടേ പറയുള്ളൂ. ടൈമേഴ്സ്, ടൈമറിൻ്റെ കൺസെപ്റ്റ്സ് എന്താണ്, ഓൺ ഡിലേ ഓഫ് ഡിലേ എന്താണ്, ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടേ. എന്ന് പറഞ്ഞാൽ എൻ്റെ PPT ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആണ്. നിങ്ങൾ സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് ബോൾട്ടൺ കൂടെ നോക്കിയാൽ ഉഗ്രനായിരിക്കും എന്ന് മാത്രം ഞാൻ പറയുകയാണ്. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. എനിക്ക് PLC മാത്രമാണെന്ന് തോന്നുന്നു നിങ്ങളുടെ ഒരു കൺസേൺ ഉള്ള സാധനം. അത് നിങ്ങൾ തന്നതും PPTയും ഈ ടെക്സ്റ്റ് ബുക്കും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി കംപ്ലീറ്റ്. അതിനെക്കുറിച്ച് ഒരു വറിയും വേണ്ട. ഓക്കെ. പിന്നെ നിങ്ങൾ തന്ന ക്വസ്റ്റ്യൻസ് ഞാൻ കുറച്ചുകൂടെ അഡീഷണൽ ആയിട്ട് നിങ്ങളെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ആ ചർച്ചയൊന്നും ടെക്സ്റ്റ് ബുക്കിലില്ല. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളുടെ ആൻസേഴ്സ് നിങ്ങൾ ഒരു ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ സഹായമാകും. ഇസ് ഇറ്റ് ഓക്കെ? ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ നിങ്ങൾ പോയി പഠിച്ചോ. ഞാൻ നിർത്തുകയാണ്. 40 മിനിറ്റ് മതി ക്ലാസ്. അപ്പം മെക്കട്രോണിക്സിന് ഒരൊറ്റ മനുഷ്യൻ തോക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ആരെങ്കിലും പുറകോട്ട് നിൽക്കുന്നു തോന്നിക്കഴിഞ്ഞാൽ കൂടെ പിടിച്ച് കയറ്റിക്കോണം. എനിക്ക് ഫസ്റ്റ് ടെസ്റ്റിൻ്റെ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് വേണം എനിക്ക് നിങ്ങളെ ഡീൽ ചെയ്യാൻ. ചിലപ്പോൾ ഞാനങ്ങ് അരഗൻ്റ് ആവും, ചിലപ്പോൾ കൂടുതൽ ഫ്രണ്ട്ലി ആവും. ഓക്കെ, നിങ്ങളുടെ മാസ് പെർഫോമൻസ് അനുസരിച്ചിരിക്കും. ഞാൻ എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു തന്നാൽ മതി കേട്ടോ. മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായോ ഞാൻ പറഞ്ഞത്? മനസ്സിലായി. പിന്നെ ഓക്കെ. വിവേക് എന്താ പറഞ്ഞ? മൈക്ക് ഇഷ്യൂ ഉണ്ട്. ഓക്കെ വിവേക്, ഓക്കെ മൈക്ക്. ശരി വിവേക്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. യാ, ബൈ. താങ്ക് യു സർ. സാർ